ചേച്ചി ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എങ്ങനെ ചേച്ചിക്ക് ഒത്തിരി പഴയ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ പോകും, അതോ സമയം കിട്ടാറുണ്ടോ, അതോ ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യോ? ചേച്ചി ബഹ്റിനിൽ കിട്ടാതെ ഇവിടെ വന്ന് നോക്കുന്ന സാധനം മിക്കവരും എൻ്റെ ഈ ഇന്ത്യൻ കോസ്റ്റ്യൂംസൊക്കെ ഐ മീൻ ലൈക്ക് സൽവാറൊക്കെയാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അവിടെ ആണെങ്കിലും നമ്മൾ ജീൻസോ ടോപ്പ് ഇടും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ വാങ്ങിക്കുന്നതും കേരളത്തിൽ നിന്നാണ് കൂടുതലും. പിന്നെ മോൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഐ മീൻ നോട്ട് ഇങ്ങനത്തെ ലൈക്ക് യുനോ ആക്സസറീസ്, ഇപ്പോഴത്തെ ട്രെൻഡി കമ്മൽ മാല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവൾക്ക് വാങ്ങിക്കാനാണെങ്കിലും കേരളത്തിൽ. പിന്നെ കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഞങ്ങൾ വരുന്നത് നമ്മൾ പിൽഗ്രിമേജ് അമ്മ പറയുന്നത് വരുമ്പോൾ നമ്മളെല്ലാം എല്ലാ അമ്പലങ്ങളും ഞങ്ങൾ ഒരു വർഷം ലൈക്ക് ഇപ്പം 2-3 വർഷമായിട്ട് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലേ വരാറുള്ളൂ. അമ്മുവിന് 10th 11th 12th 13 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ക്രിസ്മസ് ഹോളിഡേ സമയം വരാറില്ല. ജാനുവരിയിൽ അവൾക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജൂലൈ ഓഗസ്റ്റ് വരുമ്പോഴത്തേക്കും എല്ലാ അമ്പലങ്ങളും മൂകാംബിക, ഗുരുവായൂർ, പത്മനാഭസ്വാമി ഇവിടെ എല്ലാം അങ്ങനെ മിക്ക അമ്പലങ്ങളും പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആയതുകൊണ്ട് എനിക്ക് ചേച്ചി ഈവൻ എവിടെയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇട്ട ബാക്കി ഞാൻ പറഞ്ഞിടും. വരാഹമൂർത്തിയുടെ ഒരു അമ്പലം ഈയിടെയായിട്ട് അവിടെ ഷൊർണൂറിൻ്റെ അടുത്ത് സ്ഥലത്തിൻ്റെ പേര് പട്ടാമ്പി കുറ്റിപ്പുറത്തിനടുത്ത് അങ്ങനെ ഒരു അമ്പലത്തിൽ ഈയിടെ പോയിരുന്നു. അപ്പോൾ ഒരു വേറെ വലിയ ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും കാടാമ്പുഴയും പോകാറുണ്ട്. അവിടെ അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ തൊഴുതിട്ട് അപ്പോൾ ഒരു പൂജ ഉണ്ടായിരുന്നു. അതൊരു 10:30 ആവും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ സമയമായപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വരുന്നു. അപ്പോൾ ചോദിച്ചു എന്താ ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അപ്പോഴും പറഞ്ഞു ഇന്ന് അവരൊരു ആന്ധ്രയിൽ നിന്നുള്ളൊരു മല്ലികാർജുന റാവു എന്ന് പറഞ്ഞ ആൾ ഒരു അതിരാത്രത്തിൻ്റെ നടത്താനുള്ള പ്ലാനാണ്. ഡൽഹി വെച്ചാണ് നടത്തുന്നത് അതിരാത്രം. അപ്പം അതായത് ഇന്ത്യ ഒട്ടുക്കെ എന്നുള്ളത് ഒരു അങ്ങനെയായിട്ട് അല്ല സാധാരണ അതിരാത്രം നമ്മൾ കേരളത്തിലല്ലേ നടത്തുന്നത്. പക്ഷേ ഈ പുള്ളി വന്ന് ഇവിടെ ഡൽഹിയിൽ നടത്തണം, സെൻറ്റർ ഓഫ് ഐ മീൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് എല്ലായിടത്തേക്കും എന്താണ് അറിയപ്പെടാനും അങ്ങനെയുള്ള ഇതിൽ. അപ്പോൾ അത് മാർച്ചിലാണ് അവർ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വാരം എന്നാണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് വെരി ഷുവർ, വാരം എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അതായത് അവർ അനൗൺസ് ചെയ്യണം. അപ്പോൾ അത് ഈ വരാഹമൂർത്തിയുടെ അമ്പലത്തിൽ വെച്ചാണ് അവർ അനൗൺസ് ചെയ്തത്. അപ്പം വി വർ പാർട്ട് ഓഫ് ഇറ്റ്. നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും. ചേച്ചി ഒരുപാട് ട്രാവൽ ചെയ്യും, പിന്നെയും യാത്ര, പിന്നെ ചേച്ചി പിശിക്കുകയാണോ അതോ ഭയങ്കര എക്സ്ട്രാവഗന്റ് ആണ്? എക്സ്ട്രാവഗന്റ് അല്ല ഞാൻ. നോ, ഐ എം നോട്ട് എക്സ്ട്രാവഗന്റ്. ഐ എം നോട്ട് എ സ്പെൻഡ്രിഫ്റ്റ്. ചേച്ചിയാണോ ഹസ്ബൻഡ് ആണോ കൂടുതൽ പിശിക്ക് അതോ സ്പെൻഡ്രിഫ്റ്റ്? അല്ല, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിലവാക്കുന്ന നോക്കുന്ന ആൾക്കാർ. അങ്ങനെ പറയുമ്പോൾ ആവശ്യത്തിന് കൂടുതൽ അങ്ങനെയായിട്ട് ചിലവാക്കാനാണ്. ചേച്ചി ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആണോ അതോ നല്ലൊരു ചുരിദാർ കണ്ടല്ലോ അങ്ങനെ വാങ്ങിക്കും? അല്ലാതെ ഞാൻ ബ്രാൻഡ് കോൺഷ്യസ് അല്ല. ഇപ്പം ഈ ആൾക്കാർ ബ്രാൻഡ് എല്ലാം ആകുമ്പോഴത്തേക്കും ഒരുപാട് അതെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയാം, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, ഞാൻ നല്ലൊരു ഇതായിട്ടാണ് വിചാരിച്ചത്, വൈ ഷുഡ് വി വെയർ സംബഡി എൽസസ് നെയിം. ഇപ്പോൾ ഒരു ലൂയി വിട്ടോൺ ഇത് വൈ ഷുഡ് വി വെയർ സംബഡി, വി വിൽ വെയർ അവർ ഓൺ നെയിം. അങ്ങനെയുള്ള ചേച്ചി ഒരു ചെറിയ ചുരിദാർ ഇട്ടാലും ചേച്ചിയുടെ അത് ബ്രാൻഡഡ് ആണ്. അല്ല, അത് ഞാൻ പറയട്ടെ, നമ്മൾ എങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് ഇടുന്നത്. ചിലപ്പം ഇപ്പോൾ ചുരിദാർ ഒരു 350 രൂപയുടെ ചുരിദാറായിരിക്കാം, നമ്മളത് എങ്ങനെ ഇടുന്നു. പിന്നെ ആ 350 നമ്മൾ കുറേ 350 ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചിലപ്പം ചൂസ് ചെയ്യുമ്പോൾ അത് നല്ലതായിരിക്കാം. പക്ഷെ അതേസമയം ഒരു 5000-ൻ്റെ നമ്മൾ ചൂസ് ചെയ്യുക, ആ 5000-ൻ്റെ തന്നെ അതിലും നമ്മൾക്ക് ചിലപ്പം ചിലത് കാണുമ്പം വളരെ ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടായിരിക്കും. എന്നാൽ വേറൊരെണ്ണം കാണുവാണെങ്കിൽ അയ്യോ ഇത് എന്തിന് ഇത്രയും കാശ് കൊടുത്തില്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വ്യൂ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നു എന്നനുസരിച്ച്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെയും ചേച്ചിയുടെ ആ ഒരു കാലം കാണുമ്പോൾ എങ്ങനെ ചേച്ചി അതിൻ്റെ ആ ഒരു ഡിഫറൻസ്? ലോട്ട്സ് ഓഫ് ഡിഫറൻസ് നമ്മൾ ചേച്ചിക്ക് അന്നൊക്കെ ഇത്ര ഫ്രീഡം ഉണ്ടായിരുന്നു? ഇല്ല, എൻ്റെ പേരൻസ് അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇതല്ല. ഞാൻ ജനിച്ചത് മലേഷ്യയിലാണെങ്കിലും തിരിച്ച് ഞാൻ കേരളത്തിൽ വന്ന് ജീവിച്ചു. ലൈക്ക് എൻ്റെ അച്ഛൻ വന്നൊരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അങ്ങനെ എനിക്ക് വെച്ചാൽ ഞങ്ങളെ ഒരു വിധത്തിൽ വളർത്തിക്കൊണ്ട് വന്നു. അപ്പോൾ ഐ തിങ്ക് ലൈക്ക് വി വർ ഗിവൻ ദ ഫ്രീഡം. സോ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഇതില്ല. സോ ഇപ്പോൾ പഠിക്കാനാണെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്, മറ്റേ അടിച്ച് പഠിപ്പിക്കുക അങ്ങനെയൊന്നും ഉള്ളതില്ല. സോ നമ്മൾക്ക് തോന്നി നമ്മൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മളെല്ലാം പഠിച്ചു വന്നു. കോളേജൊക്കെ എവിടെയായിരുന്നു? കോളേജൊക്കെ എന്നല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് വിമൻസ് കോളേജിലാണ് എൻ്റെ BA ചെയ്തത്. പക്ഷേ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട്. ആ സമയത്ത് ഒത്തിരി പഠനങ്ങൾ ചെയ്ത സമയത്ത്. അപ്പം BA ചേച്ചി അന്ന്
ഇങ്ങനെ ചെയ്ത സമയത്ത് പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയി ചെയ്ത ചേച്ചി അന്ന് സ്റ്റാർ. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ കോളേജിൽ പോകുമ്പോൾ അത് BA-യും MA-യും ഞാൻ ചെയ്തു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് രണ്ടും ചെയ്തത്. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം വന്ന് പൊതിയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ള പിള്ളേരാണല്ലോ. റോഡിലൂടെ നടക്കുമ്പോൾ പയ്യന്മാരൊക്കെ കമന്റ് അടിക്കും? ഇല്ല, അങ്ങനെയില്ല. എന്താ വെച്ചാൽ എനിക്കൊരു ഒരു പാവം ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു, പാവം തലക്കെട്ട്. അല്ല, ഒരു ശാലീന അങ്ങനെയൊക്കെ ഉള്ളതല്ല, ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ. അപ്പോൾ അങ്ങനെ ഒരു ഞാനൊരു ഗ്ലാമറസ് ഡോൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഇതല്ല. ചേച്ചി ആരെ വിളിക്കുകയാണെങ്കിലും ചേച്ചി ഇപ്പോഴാണെങ്കിലും എവിടെ അമ്പലത്തിലോ അവിടെയൊക്കെ കാണുവാണെങ്കിൽ വളരെ പൊളൈറ്റായിട്ടുള്ള സംബോധനയും വന്ന് കാണുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്താ സിനിമയിൽ തിരിച്ചു വരാത്ത, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാറുള്ളൂ. അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കും, ചേച്ചി വരുമോ, തിരിച്ചു വരുന്നില്ലേ? വേണോ വേണ്ടോ എന്നുള്ള ഇങ്ങനെ ഒരു എല്ലാം കുഴപ്പമില്ല എന്നേ ഉള്ളൂ, നോട്ട് ടു കീൻ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നല്ല ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ വിറ്റ്സ് വർത്ത് ഡൂയിങ്, ഐ ഡോണ്ട് മൈൻഡ്, ബട്ട് ഐ എം നോട്ട് ടു കീൻ ഓൾസോ. പക്ഷേ ചേച്ചിക്ക് ഇപ്പം ചേച്ചി അഭിനയിച്ച സിനിമകൾ കഴിഞ്ഞ് അയ്യോ ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഷൂ അന്നൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ കാണുമ്പോൾ? ചേച്ചി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ ഏതായിരിക്കും? 90s 2000 ഇപ്പോഴാണ് ഇപ്പം വരെ എന്ന് പറഞ്ഞാൽ മിക്ക സിനിമസും കാണാറുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ ഫിലിംസും കാണാറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഇപ്പോൾ പിൻ പോയിൻ്റ് ആയിട്ട് നത്തിങ് കംസ് ടു മൈ മൈൻഡ് ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത പോലെ തോന്നില്ല. ആ സമയം പടം കാണുമ്പോൾ അയ്യോ നല്ലൊരു പടം, ചിലപ്പം നല്ല, പക്ഷേ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാറില്ല. എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് വാസ് മെൻറ്റ് ഫോർ മീ ഇറ്റ് വുഡ് കം ടു മീ എന്നുള്ള മെൻറ്റാലിറ്റിയാണ് എനിക്ക്. അത് അവർക്കുള്ളതാണ്, അവർ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ചേച്ചിക്ക് ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുകയാണെങ്കിൽ ആരാണ് ഇപ്പോഴും ടച്ച് ഉണ്ട്, ഓക്കെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്? ഇപ്പോൾ യൂഷ്വലി ഞാൻ ഹോളിഡേയ്സിനൊക്കെ വരുമ്പോഴത്തേക്കും മേനക, സുരേഷ് കുമാർ, ഓഹോ എല്ലാവരുടെയും കോമൺ ഫ്രണ്ടാണ്. പിന്നെ സുരേഷ് ഗോപി, രാധിക, കൃഷ്ണേന്ദ്രൻ, വനിത, പിന്നെ ആരാണ്, ഇവരെയാണ് കൂടുതൽ. എന്താ വെച്ചാൽ ഇവർ ട്രിവാൻഡ്രം ഇതാണല്ലോ, ബേസ്ഡ് ആണല്ലോ. അപ്പം പിന്നെ നമ്മളെല്ലാം എല്ലാ ഫംഗ്ഷനും കാണാറുണ്ട്. പക്ഷേ എനിക്ക് അതാ ഞാൻ പറഞ്ഞ ഫംഗ്ഷൻസ് ഞാൻ ഇവിടെ അങ്ങനെ കാണാത്തതുകൊണ്ട് ഞാൻ മിസ് ചെയ്യാറുണ്ട്. ഇപ്പം ചിലപ്പോൾ കല്യാണത്തിനൊക്കെ അല്ലേ എല്ലാവരും കൂടുന്നതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഈ ഫെസ്റ്റിവലിന് വരാൻ പറ്റിയതുകൊണ്ട് കുറേ ആൾക്കാരെ നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് കാണാത്ത ആൾക്കാർ, പ്രൊഡ്യൂസേഴ്സ്, ക്യാമറാമാൻ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി. അങ്ങനെ വളരെ സന്തോഷമുണ്ടായി. ശരിക്കും അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം മറന്നല്ലേ, ഒരു സിനിമാ ലോകത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു ഫാമിലി ഫീലാണ്. ഇതൊരു എന്താ വെച്ചാൽ എനിക്കൊരു ഇതുണ്ട്, ടെൻഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും കാണുകയല്ലേ, എങ്ങനെയായിരിക്കും. ബട്ട് ഓഫ് കോഴ്സ് വൺസ് യു ഗെറ്റ് ഇൻ ടു ഇറ്റ് യു ഫീൽ യു വർ പാർട്ട് ഓഫ് ഇറ്റ്. ആ ഒരു പാർട്ടായിരുന്നു എന്നുള്ള ഇതിൽ. ദേവിക്ക് ഇതുപോലെ ഒരു ആഗ്രഹമുണ്ടോ സിനിമയിലോട്ട് വരണം? ദേവി ഇപ്പം പഠിക്കുകയാണ്. അപ്പം ഇനി അഭിനയിക്കോ ഇല്ലയോ എന്നുള്ളത് ഇനി നാളത്തെ കാര്യമല്ലേ, ചെയ്യാതിരിക്കാം എന്നുള്ളത്. അവളൊന്നും ആർട്ടിസ്റ്റിക്കലി കുറച്ച് ടാലൻറ്റഡ് ആണ്.